ഞങ്ങളിതാ മണ്ണാർക്കാട്ട് നിന്ന് ഇരിങ്ങാട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും ഉണ്ണിയും ഇഷിയും നൈഷും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എക്സാം ഉള്ള ദിവസമായിരുന്നു കേട്ടോ. 8നും 9നും എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് എക്സാം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മണലടിയിൽ പോയിട്ട് ഇഷനെയും നൈഷുവിനെയും എടുത്തിട്ടാണ് ഇരിങ്ങാട്ടിലേക്ക് പോണത്. നോമ്പായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇല്ലും ബേബി ആണെങ്കിൽ ഇരിങ്ങാട്ടി ആണല്ലോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിട്ട് ഓരെയും കൂടെ പിക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം വരാനെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനും ഉണ്ണി മാത്രം പോകാനാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇഷനെയും നൈഷുവിനെയും കൂട്ടാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നൈഷുവിന് ഭയങ്കര വാശിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കുട്ടികളെ ഉറക്കി കിടത്തിയിട്ട് വേണം പോകാനെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ നൈഷു സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ഇഷനെയും നൈഷുവിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോണ വഴിക്ക് വണ്ടിയിൽ നിന്ന് ഉറങ്ങുമായിരിക്കും. എങ്ങനെയെങ്കിലും ഉറക്കാൻ നോക്കണം. അപ്പോൾ ഞങ്ങൾ മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അവിടുന്ന് ചുങ്ക എത്തിക്കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ മേലാറ്റൂർ ഇറങ്ങുകയാണ് ചെയ്തത്. ഇരിങ്ങാട്ടിൽ നിന്നാണല്ലോ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ സ്കൂട്ടി മേലാറ്റൂരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ സ്കൂട്ടി എടുത്തിട്ട് ഇരിങ്ങാട്ടിയിൽ ഉമ്മാക്ക് നോമ്പൊക്കെ തുറക്കാനുള്ള പത്തിരിയും എണ്ണക്കടയും സമൂസയൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ പോയത് കേട്ടോ. ഉണ്ണി മിഷയൊക്കെ ആണെങ്കിൽ എന്നെ മേലാറ്റൂർ ഇറക്കിയിട്ട് ഒരു നേരെ ഇരിങ്ങാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അവിടുന്ന് ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇല്ലൂനെയും ബേബിനെയൊക്കെ എടുത്തിട്ട് പോന്നിട്ടുണ്ട്.